KTM ഓണേഴ്സ് മഴക്കാലത്ത് ശ്രദ്ധിക്കേണ്ട ചെറിയൊരു ടിപ്സിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഫ്രണ്ട് ഫോർക്ക് USD അത് WPൻ്റെ എല്ലാവർക്കും അറിയാം. അതിൻ്റെ കൂടെ കമ്പനീനെ അറ്റാച്ച് ചെയ്തിട്ടുള്ള ഡസ്റ്റ് ബൂട്ട് എന്ന് പറയുന്ന ഒരു സംവിധാനത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഡസ്റ്റ് ബൂട്ട് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഫോർക്കിൻ്റെ ഈ ഭാഗത്ത് വരുന്ന ചളി മൊത്തം മുകളിലോട്ട് കയറിയിട്ട് ഓയിൽ സീൽ പോകാതിരിക്കാനുള്ള ചെറിയൊരു സംവിധാനമാണ് ഈ ഡസ്റ്റ് ബൂട്ട് എന്ന് പറയുന്നത്. ഡസ്റ്റ് ബൂട്ട് എന്ന് പറയുന്നത് ഈ കാണുന്ന ഈ ഭാഗമാണ് ഡസ്റ്റ് ബൂട്ട് എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഭാഗത്ത് വരുന്ന ചളി പൊടിയെല്ലാം ഫ്രണ്ട് മുകളിലോട്ട് കയറിയിട്ട് ഓയിൽ ലീക്ക് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഓയിലിൻ്റെ സീലിനെ പ്രൊട്ടക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംവിധാനമാണത്. ഇത് എങ്ങനെ പ്രവർത്തിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നൊരു ഭാഗമാണ്. ഇത് ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ താഴത്തോട്ട് ഇറക്കി പറിച്ച് നമുക്ക് എടുക്കാൻ കഴിയും. ഇതിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങോട്ടുള്ള ചളി പോകുന്നത് പ്രൊട്ടക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ സംവിധാനം. ഇതാണ് ഡസ്റ്റ് ബൂട്ട് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഉള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ ഇരുട്ടാണ്, ഒന്നും കാണാൻ പറ്റുന്നില്ല. ഇതിൻ്റെ ഉള്ളിലാണ് എന്ത് ചെയ്യുക, ഇവിടെയുള്ള ഡസ്റ്റും അതുപോലെ തന്നെ ചെറിയ ചെറിയ മണൽത്തരികളൊക്കെ ഇതിൻ്റെ ഉള്ളിലായിട്ട് സ്റ്റോർ ആയിട്ടുണ്ടാവും. ഈ ഭാഗം നമ്മൾ റെയിൻ സീസണിൽ ഒരു 100-150 കിലോമീറ്റർ കൂടിയിട്ട് ഓടുന്ന സമയത്ത് ഇതൊന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്നുള്ള ഓയിൽ ലീക്ക് ഒരുവിധം തടാൻ കഴിയും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്നുമില്ല, ബാക്ക് സൈഡിലുള്ള ചെയിന് ഓപ്പൺ ചെയിനാണ്, ഓറിങ് ആണെന്ന് എല്ലാവർക്കും അറിയാം. അത് കറക്റ്റ് ലൂബ് ചെയ്യുക, ലൂബ്രിക്കേഷൻ ചെയ്ത് ഉപയോഗിക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട നോർമലായിട്ടുള്ള കാര്യം എല്ലാവരും ശ്രദ്ധിക്കുന്ന പോലെ തന്നെ എൻജിൻ ഓയിൽ ലെവൽ ചെക്ക് ചെയ്യുക, അതുപോലെ തന്നെ കൂളൻ്റ് ലെവൽ ചെക്ക് ചെയ്യുക. ഇതാണ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അതൊരു എക്സ്ട്രാ സൂചിപ്പിച്ചത് മാത്രം. പക്ഷേ ഇതാണ് നമ്മൾ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, കാരണം അധികം പണി വരുന്ന ഭാഗമാണ് ഈ ഫോർക്കിൻ്റെ ഓയിൽ സീൽ. അതുകൊണ്ട് ഈ ഭാഗം ശ്രദ്ധിക്കുക. ഇതാണ് ഡസ്റ്റ് ബൂട്ട്. ഇതിൻ്റെ ഉള്ളിൽ ചളി ഉണ്ടാവും. ഈ ചളി പെട്ടെന്ന് എടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് നേരം കുതിർത്തതിന് ശേഷം കോട്ടൺ കണ്ണം ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്യാൻ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാ കാണുന്ന പോലെ തന്നെ കൈ ഒരു കോട്ടൺ തുണി വെച്ചിട്ട് കൈ അമർത്തി വെച്ചിട്ട് ഇങ്ങനെ റൗണ്ടിൽ ക്ലീൻ ചെയ്തെടുക്കുക. എന്നിട്ട് സാധാ പോലെ തന്നെ ഇത് മുകളിലോട്ട് ഒന്ന് എക്സ്പാൻഡ് ചെയ്തിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മുകളിലോട്ട് എടുത്ത അതേ ലൊക്കേഷനിൽ തന്നെ സീറ്റിംഗ് ആവും. അപ്പോൾ ഇതാണ് ഡസ്റ്റ് ബൂട്ടിനെ കുറിച്ചുള്ള വീഡിയോ. താങ്ക് യു.